Welcome to the new session of investments. Today we will look into the meaning of investment, interest, and its calculations. Let us see the meaning of investment. An investment is a monetary asset purchased with the idea that the asset will provide income in future or will later be sold at a higher price for a profit. It involves the purchase of an asset with the intention of holding it for a long time. The common investments are stock, bonds, real estate, gold, mutual funds, etc. അതായത് ഭാവിയിൽ അസറ്റ് വരുമാനം നൽകുമെന്നോ അല്ലെങ്കിൽ പിന്നീട് ലാഭത്തിനായി ഉയർന്ന വിലയ്ക്ക് വിൽക്കാമെന്നോ ഉള്ള ആശയം ഉപയോഗിച്ചു വാങ്ങിയ പണ ആസ്തിയാണ് നിക്ഷേപം. ഒരു അസറ്റ് ദീർഘകാലം കൈവശം വയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ വാങ്ങുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. സ്റ്റോക്ക്, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയാണ് നിക്ഷേപങ്ങൾ. ഇൻട്രസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിവാർഡ് ഫോർ പാർട്ടിംഗ് വിത്ത് ലിക്വിഡിറ്റി ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ്. It is calculated as a percentage of the amount of investments. It is calculated monthly, quarterly, half yearly or annual basis. അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് ലിക്വിഡ് രൂപത്തിലുള്ള ക്യാഷ് മാറ്റി നിർത്തുന്നതിൻ്റെ പ്രതിഫലമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലഭ്യമായ ക്യാഷ് കൈവശം വയ്ക്കാതെ സൗകര്യത്തോടെ വിതരണം ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത്. എ കമ്പനി ക്യാൻ ഇഷ്യൂ ഇറ്റ് ഷെയർസ് ഐദർ അറ്റ് പാർ, അറ്റ് എ പ്രീമിയം ഓർ ഈവൻ അറ്റ് എ ഡിസ്കൗണ്ട്. ഫേസ് വാല്യൂ ഈസ് എ ഫിനാൻഷ്യൽ ടേം used to describe the nominal value of a share as stated by the issuer, or it is a value at which the share is listed on the stock market. For example, if face value of a share is 100, if the selling price is exactly 100, the stock is said to be at par. If the selling price is above 100, the stock is said to be at premium. If the selling price is below 100, the stock is said to be at discount. ഉദാഹരണത്തിന് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണെങ്കിൽ അതിൻ്റെ വിൽപ്പനയിൽ വില കൃത്യമായി 100 രൂപ തന്നെയാണെങ്കിൽ സ്റ്റോക്ക് അറ്റ് പാർ എന്ന് പറയുന്നു. ആ വിൽപ്പനയിൽ 100 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് സ്റ്റോക്ക് പ്രീമിയത്തിലാണെന്ന് പറയുന്നു. ആ വിൽപ്പന 100 രൂപയിൽ താഴെയാണെങ്കിൽ സ്റ്റോക്ക് കിഴിവിലാണെന്ന് പറയുന്നു. ലെറ്റ് us move on to the first question. Find the annual income derived from rupees 1,500. 6% stock at 105 rupees. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് പ്രൈസിന് അല്ല ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്, എപ്പോഴും ഫേസ് വാല്യൂവിനാണ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ തന്നിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫേസ് വാല്യൂ 100ഉം മാർക്കറ്റ് വാല്യൂ 105ഉം. അവിടെ തന്നേക്കുന്ന വാല്യൂ 105ആണ്, അത് മാർക്കറ്റ് വാല്യൂ ആണ്. എപ്പോഴും ഫേസ് വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും, മാർക്കറ്റ് വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് 6% സ്റ്റോക്ക് അറ്റ് ₹105, അതായത് ഇത് പ്രീമിയത്തിലാണ് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് 100 rupees. ആ ഫേസ് വാല്യൂവിൻ്റെയാണ് 6%, അതായത് 100 രൂപയുടെ 6% എന്ന് പറഞ്ഞത് 6 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് 6 രൂപ ഇൻകം കിട്ടിയെങ്കിൽ, അതായത് ഡിവിഡൻഡ് കിട്ടിയെങ്കിൽ 1500 രൂപയ്ക്ക് എത്ര ഡിവിഡൻഡ് കിട്ടും? അതായത് 6% 100 രൂപയ്ക്കാണെങ്കിൽ 1500 എത്രയാണ്? 6 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1500. 100 രൂപയ്ക്ക് 6 എങ്കിൽ 1500 രൂപയ്ക്ക് 90 rupees. The second question, a man invested ₹4,455 in ₹10 shares
quoted at rupees 8.25. If the rate of dividend is 6%, find the annual income. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, എപ്പോഴും ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത് ഫേസ് വാല്യൂനാണ്. രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് ഫേസ് വാല്യൂനാണോ ഈ ഷെയർ മേടിച്ചേക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യനകത്ത് 4,455 റുപ്പീസ് മുടക്കി. അത് എത്ര രൂപയ്ക്ക് ആ ഷെയർ മേടിച്ചേക്കുന്നത്? 8.25 റുപ്പീസിനാണ് ഷെയർ മേടിക്കുന്നത്. 10 രൂപയ്ക്കല്ല ഷെയർ മേടിച്ചേക്കുന്നത്. ഫേസ് വാല്യൂ 10 ആണ്, ബട്ട് അത് മേടിച്ചേക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. 8.25, 10 രൂപയ്ക്കല്ല മേടിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മുടക്കിയ മുതലിന് എത്ര ഷെയർ കിട്ടി നമ്മൾ മനസ്സിലാക്കണം. നമ്പർ ഓഫ് ഷെയർസ് ഈക്വൽസ് ടു 4,455 ഡിവൈഡ് ബൈ 8.25, ദാറ്റ് ഈസ് ഈക്വൽ ടു 540 ഷെയർസ്. അങ്ങനെ ഈ 540 ഷെയർസിൻ്റെ മൊത്തം ഫേസ് വാല്യൂ എത്രയായിരിക്കും? 540 ഇൻറ്റു 10 റുപ്പീസ്, ദാറ്റ് ഈസ് 5,400. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 രൂപ മുടക്കിയപ്പോൾ അങ്ങനെയാണെങ്കിൽ 6% കിട്ടുന്നു ഡിവിഡൻറ്റ്. ദാറ്റ് ഈസ് 10 രൂപയ്ക്ക് 6% എന്ന് പറയുന്നത് 60 പൈസയാണ്. 10 രൂപയ്ക്ക് 60 പൈസ കിട്ടുന്നെങ്കിൽ 5,400 രൂപയ്ക്ക് എത്ര ഇൻകം കിട്ടും? അതാണ് അവൻ്റെ ടോട്ടൽ ഇൻകം. ദാറ്റ് ഈസ് ആനുവൽ ഇൻകം ഈക്വൽസ് ടു 0.6 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 5,400, ദാറ്റ് ഈസ് 324. 10 രൂപയ്ക്ക് 60 പൈസ എങ്കിൽ 5,400 രൂപയ്ക്ക് 324 രൂപ. Third question, which is a better investment? 5% stock at 143 or 3.5% stock at 91? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഷെയറിൻ്റെ മേടിച്ച പ്രൈസോ ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജോ സെയിം അല്ലാത്തതുകൊണ്ട് നമ്മൾ ബെറ്റർ ഓപ്ഷൻ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യേണ്ട കാര്യം, ഷെയറിൻ്റെ രണ്ട് പ്രൈസും ഉണ്ട്, 143 ഉണ്ട്, 91 ഉണ്ട്. അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന എമൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കരുതുന്നു. ദാറ്റ് ഈസ് വി ഹാവ് ടു അസ്യൂം ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് 143 ഇൻറ്റു 91, ദാറ്റ് ഈസ് ഈക്വൽസ് ടു റുപ്പീസ് 13,013. എന്നിട്ട് ഈ 13,013 ഓരോ ഓപ്ഷൻ നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്നു. ഏതാണ് കൂടുതൽ ഇൻകം കിട്ടുമെന്ന് നോക്കുന്നു. അങ്ങനെ നമുക്ക് ബെറ്റർ എന്ന് പറയുന്നു. ഫസ്റ്റ് കേസ് എടുക്കുന്നു. 143 രൂപ ഒരു ഷെയറിന് കൊടുത്തു കഴിഞ്ഞാൽ 5% കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 13,013 രൂപയ്ക്ക് എത്ര ഇൻകം കിട്ടുന്നു? ഓർമ്മ വേണം, ഈ ഇൻകം എപ്പോഴും 5% പറയുന്നത് അതിന് ഫേസ് വാല്യൂവിനാണ്. അപ്പോൾ ഫേസ് വാല്യൂവിന് 100-ന് നമ്മൾ 5% എന്ന് പറയുന്നതാണ്. ഈ 143-നും 5% കിട്ടത്തുള്ളൂ. മാർക്കറ്റ് പ്രൈസ് മാറിയുകൊണ്ട് ഫേസ് വാല്യൂവിൻ്റെ ഡിക്ലെയർ ചെയ്തേക്കുന്ന എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് മാറത്തില്ല. അതുകൊണ്ടാണ് 5% 143-നും 5% എന്ന് പറഞ്ഞേക്കുന്നത്. 143-ന് 5% ആണെങ്കിൽ 13,013-ന് എത്ര രൂപ കിട്ടും? ദാറ്റ് ഈസ് 5 ഡിവൈഡ് ബൈ 143 ഇൻറ്റു 13,013 ഈക്വൽസ് ടു 455. സെക്കൻഡ് കേസിൽ 3.5% സ്റ്റോക്ക് അറ്റ് 91. അപ്പോൾ 91 രൂപ മുടക്കി കഴിഞ്ഞാൽ 3.5% കിട്ടുന്നു എങ്കിൽ 13,013 രൂപയ്ക്ക് എത്ര ഇൻകം കിട്ടുന്നു? 3.5 ഡിവൈഡ് ബൈ 91 ഇൻറ്റു 13,013, ദാറ്റ് ഈസ് 500.5. ഈ രണ്ട് കേസ് നോക്കുമ്പോൾ കൂടുതൽ ഇൻകം കിട്ടുന്നത് ബെറ്റർ എന്ന് നമ്മൾ പറയാം. ഹിയർ ഇൻ ദ കേസ് നമ്പർ 2 ഈസ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ദ ഇൻകം ഈസ് മോർ ഇൻ ദ കേസ് ഓഫ് 2. Fourth question, in order to obtain an income of rupees 650 from 10% stock at 96, what is the investment? ഈ കണക്കിൽ ഫേസ് വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് 100 റുപ്പീസ്. അങ്ങനെ 100-ൻ്റെ 10% ആണ് 10 രൂപ. ഏതിന്? 96 മുടക്കിയാലും കിട്ടുന്നത് 10 രൂപയായിരിക്കും. കാരണം 96-ൻ്റെ 10% അല്ല, എപ്പോഴും ഫേസ് വാല്യൂവിൻ്റെയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം, ഈ 96 രൂപ മുടക്കിയപ്പോൾ നമുക്ക് 10 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചേക്കുന്നു 650 രൂപ ഇൻകം കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? ദാറ്റ് ഈസ് 96-ന് 10 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 96 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 650, ദാറ്റ് ഈസ് 6,240. The question number 5. A man bought 20 shares of rupees 50 at a discount of 5. The rate of dividend being 13.5%. Find the rate of interest. ഈ ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. പക്ഷേ ഫേസ് വാല്യൂ നല്ല ഷെയർസ് പർച്ചേസ് ചെയ്തേക്കുന്നത്.
ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നു എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ 20 ഷെയർസിന് എടുത്തേക്കുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ 20 ഷെയർസ് ഈക്വൽസ് ടു 20 ഇൻറ്റു 45. കാരണം 20 ഷെയർസ് ഇൻറ്റു 50 റുപ്പീസിനല്ല പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഡിസ്കൗണ്ട് 5-നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് 5 ആണെങ്കിൽ 50 മൈനസ് 5 45. 20 ഇൻറ്റു 45 കോഴ്സ് 900 റുപ്പീസ് മുടക്കിയപ്പോൾ 20 ഷെയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫേസ് വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് 50. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് 13.5% ഈസ് ഫോർ ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ. അങ്ങനെയാണെങ്കിൽ 20 ഷെയറിന് ഫേസ് വാല്യൂ അനുസരിച്ച് എത്ര രൂപയുണ്ട്? 1000 രൂപയാണ് ഫേസ് വാല്യൂ ഓഫ് 20 ഷെയർസ്. 1000 രൂപയ്ക്കാണ് 13.5% കിട്ടേണ്ടത്. അങ്ങനെയാണ് 1000 രൂപയുടെ ഡിവിഡൻഡ് എത്രയായിരിക്കും? 13.5% പറഞ്ഞ് എത്രയാണ്? 135. 1000 ഇൻറ്റു 13.5% 135. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ഇപ്പം 900 മുടക്കി കഴിഞ്ഞാൽ 135 ഡിവിഡൻഡ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 900-ൽ 135 എങ്കിൽ 100-ൽ ഇൻട്രസ്റ്റ് 15 ആയിരിക്കും. ദാറ്റ് ഈസ് 135 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 100, ദാറ്റ് ഈസ് 15. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 15. Next question, find the amount required to purchase 1,800 7.5% stock at 104 with a brokerage 0.5%. ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ എത്രയാണ്, ബ്രോക്കർ ഫീസ് എത്രയാണ്. ഇവിടെ ഫേസ് വാല്യൂ തന്നിട്ടില്ല, നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫേസ് വാല്യൂ 100 റുപ്പീസ് ആണെന്ന്. അതായത് 100 റുപ്പീസിൻ്റെ ഷെയർ മേടിക്കാൻ 104 റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടി വന്നു, അതായത് പ്രീമിയത്തിലാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വേറെ കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ പർച്ചേസിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ ബ്രോക്കർ ഫീസ് 0.5% പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ അത് ബ്രോക്കർ ഫീസ് കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതിൻ്റെയാണ് ഈ 0.5%? 0.5% എപ്പോഴും ഫേസ് വാല്യൂവിൻ്റെ ആയിരിക്കണം. ഫേസ് വാല്യൂ 100 റുപ്പീസ് ആണെങ്കിൽ അതിൻ്റെ 0.5%, 100 ഇൻറ്റു 0.5% ഈക്വൽസ് ടു 0.5. അപ്പോൾ ടോട്ടൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 104 പ്ലസ് 0.5 ആണ്. അപ്പോൾ ഈ 100 രൂപയുടെ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ 104.5 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 1800 രൂപയുടെ സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ദാറ്റ് ഈസ് 104.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1800, ദാറ്റ് ഈസ് 1881. If you like this video, kindly subscribe and share it to your friends. Thank you for watching. Have a nice day.